സോ അപ്പൊ അതിന് നമ്മൾ കഴിയാൻ പോകുന്നത് OT-S5 ഇൻഡസ്ട്രിയിൽ ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് ഒരു ജോബിനെസ് ഒപ്റ്റിമൈസേഷൻ. അപ്പൊ ആദ്യം ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് എന്താണോ? Optimization techniques are methods used to find the optimal or feasible solution for a given objective function satisfy a given set of concerns. എന്നുവെച്ചാൽ ഇപ്പൊ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതിൽ ഗിവൻ കൺസ്ട്രെയിൻസ് അതാണ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് നമുക്ക് അറിയാൻ വയ്യാത്ത കുറച്ച് ടേംസ്. ഒന്ന് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, രണ്ടാമത് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻസും എന്താണെന്ന് ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ സെലക്ട് ചെയ്യാം. ഞാനൊരു ബനാന ചിപ്സ് കമ്പനി ഓണറാണ്. അപ്പൊ ആ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒന്ന് ബനാന ചിപ്സ്. അപ്പൊ നമ്പർ ഓഫ് ബനാന ചിപ്സ് പാക്കറ്റ്സ് പ്രൊഡ്യൂസറിന് ഞാൻ ബി എന്ന് വെച്ച് റെപ്രസെന്റ് ചെയ്യും. അടുത്ത വേറൊരു ചിപ്സ് എന്ന് പറയുന്നതാണ് ഒരു സപ്പോസ് പൊട്ടറ്റോ ചിപ്സ് എന്നത്. ആ നമ്പർ ഓഫ് പൊട്ടറ്റോ ചിപ്സിനെ ഞാൻ പി വെച്ച് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനി ഓണറായ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. അപ്പൊ ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പാക്കറ്റ് ബനാന ചിപ്സ് വിറ്റ് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു 10 രൂപ വെച്ച് അപ്സ്യൂം ചെയ്യുക. ഒരു പാക്കറ്റ് പൊട്ടറ്റോ ചിപ്സ് വെച്ച് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു 5 രൂപ എന്ന് പറഞ്ഞാൽ അസ്യൂം ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ എന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. അപ്പൊ ഈ പ്രോഫിറ്റിന് നമ്മളിപ്പോ ജസ്റ്റ് നമ്പേഴ്സ് ഒക്കെ അല്ലേ ചെയ്തത്. ഈ പ്രോഫിറ്റിനെ ഞാൻ ഒരു ഇക്വേഷൻ ആക്കി ചെയ്തതാണ്. അപ്പൊ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് മാക്സിമൈസ് 10B പ്ലസ് 5P. 10 എന്ന് പറയുന്നത് ബി പാക്കറ്റ്സ് ബി. ബനാന ചിപ്സ് ഒരു പാക്കറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് ആണ് 10. ഒരു പാക്കറ്റ് പൊട്ടറ്റോ ചിപ്സ് വിൽക്കുമ്പോൾ കിട്ടുന്ന 5. അതാണ്. അപ്പൊ ഇതാണ് എന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ പ്രോഫിറ്റിന്റെ ഫംഗ്ഷൻ ആക്കി ഞാൻ എഴുതിയിരുന്നു. ഈ ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യാനാണ് എന്റെ ഗോൾ. അപ്പൊ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണെന്ന് ക്ലിയർ ആയി. ഇനി അടുത്തതെന്ന് പറയുന്നത് കൺസ്ട്രെയിൻ. പിന്നെ ഈ കൺസ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എനിക്കിത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എണ്ണ എന്റെ കയ്യിൽ ഒരു ഇതെല്ലാം കൂടെ ചേർത്തിട്ട് 50 പാക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എണ്ണ കയ്യിലുള്ളൂ. അപ്പൊ അതൊരു കൺസ്ട്രെയിൻ ആണ്. പിന്നെ ഇത് ഡെയിലി ഈ ബിയും പിയും എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതൊരു കൺസ്ട്രെയിൻ ആണ്. അപ്പൊ ഇതേപോലെ കുറെ കൺസ്ട്രെയിൻസ് വരാം. അപ്പൊ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കൺസ്ട്രെയിൻസ് എന്താണെന്ന് മനസ്സിലായി. അപ്പൊ OT എന്താണെന്ന് വെച്ചാൽ ഒരു സമ്മറി എന്ന് വെച്ചാൽ OT എന്ന് വെച്ചാൽ ഒരു ബെസ്റ്റ് ഒപ്റ്റിമം സൊല്യൂഷൻ കണ്ടുപിടിക്കുക ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ സാറ്റിസ്ഫൈയിങ് ഗിവൻ കൺസ്ട്രെയിൻസ്. ഇവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ടോട്ടൽ പാക്കറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഷുഡ് ബി അതായത് ബി പ്ലസ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. അതൊരു കൺസ്ട്രെയിൻ ആണ്. ഇത് രണ്ടാമത്തെ ഒരു കൺസ്ട്രെയിൻ ആണ്. അപ്പൊ ഇങ്ങനെ കുറച്ച് കൺസ്ട്രെയിൻസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്, കൺസ്ട്രെയിൻസ് എന്താണെന്ന് പിടിക്കും.